Hello, good morning, all. Today we are planning to do some problems related to what we studied in first module. Before that, we have to see what are the equations that we studied in this chapter. Okay, this module. So these are the basic relationship or equations that we must study or get by heart. Okay, so നമ്മൾ ഈ കാണുന്നത് തന്നെ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ഇൻ മാസ് ഡെൻസിറ്റിയും രണ്ടാമത് കാണിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് ഇൻ യൂണിറ്റ് വെയ്റ്റുമാണ്. ഈ ഡെൻസിറ്റിക്ക് പകരം യൂണിറ്റ് വെയ്റ്റ്, അതായത് റോയ്ക്ക് പകരം ഗാമ യൂസ് ചെയ്തുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം എവിടൊക്കെ റോ ഉപയോഗിക്കുന്നോ അതിനെ റീപ്ലേസ് ചെയ്ത് ഗാമ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടൊക്കെ റോ ഉപയോഗിക്കുന്നോ അവിടൊക്കെ ഗാമ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n=e/1 + c. അത് ഇപ്പുറത്തെ സൈഡിലും n=e/1 + c, കാരണം അതിനകത്ത് റോയും ഗാമയും വരുന്നില്ല. സെക്കൻഡ് ഇക്വേഷൻ e=n/1 - n, അത് തന്നെ ഇപ്പുറത്ത്. അടുത്തത് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ആണ്, Na=n/ac, അതും ഇപ്പുറത്ത് സെയിം. പിന്നെ എവിടെയാണ് ചേഞ്ച് വരുന്നത്? ഫോർത്ത് വൺ നോക്കിക്കേ, റോ g+sc × ρw / 1 + c. രണ്ടാമത്തെ ഗാമ g+sc × γw / 1 + c. അപ്പോൾ അവിടെ എവിടെയാണ് ചേഞ്ച് വന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് റോ വരേണ്ടടുത്ത് ഗാമ വന്നു, ρw വരേണ്ടടുത്ത് γw വന്നു. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ρd = g ρw / 1 + c. ഇപ്പുറത്തെയോ γd = g γw / 1 + c. അപ്പം വാട്ട് ഈസ് എ ചേഞ്ച് എന്താണ്? അതായത് റോ വരേണ്ടടുത്തെല്ലാം ഗാമ വരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ക്വസ്റ്റ്യന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യന് തരുന്നത് മാസും വോളിയം ആണെങ്കിൽ ഡെൻസിറ്റി എടുക്കുക, വെയിറ്റും വോളിയം ആണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് എടുക്കുക. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം, വൈൽ യൂണിറ്റ് വെയിറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ടു ദ വോളിയം. യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഗാമയാണ്, ഗാമ എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി ആണ്, റേഷ്യോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇക്വേഷൻസ് ഒക്കെ ഇത് തന്നെയാണ്. അതിൽ ആകെ റീപ്ലേസ്മെൻറ്റ് വരുന്നത് റോയാണെങ്കിൽ റോയെ റീപ്ലേസ് ചെയ്ത് ഗാമ വരും. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഗാമയ്ക്ക് പകരം റോയാണ് ചോദിച്ചിരിക്കുന്നത്, ഗാമയ്ക്ക് പകരം റോ ഇടുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക എളുപ്പത്തിൽ. ഓക്കെ, ഇത് ഈക്വേഷൻസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം, കാരണം പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇനിയും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രോബ്ലംസിലേക്ക് പോവുകയാണ്. സോ ദീസ് ആർ ദ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസ് ദാറ്റ് ആർ ഗിവൺ ഇൻ ദ ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾ റെഫർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പല ടെക്സ്റ്റുകളും അവൈലബിൾ ആണ്. അതായത് ഡോക്ടർ KR അറോറയുടെ ടെക്സ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. സോയിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. ഒക്കെ അതിലൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലം കുറച്ച് പ്രോബ്ലംസ് ചോദിക്കാം. മെയിൻലി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം എക്സാമ്പിൾ 2.1. ക്വസ്റ്റ്യൻ വായിക്കാം. The mass of a chunk of moist soil is 20 kilo and its volume is 0.011 meter cube. After drying in a oven, the mass reduces to 16.5 kilogram. Determine the water content, density of moist soil, the dry density, void ratio, porosity and degree of saturation. Take G = 2.7. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മാസ് ഓഫ് ചങ്ക് ഓഫ് മോയിസ്റ്റ് സോയിൽ. മാസ് എന്ന് പറഞ്ഞാൽ, അതായത് മോയിസ്റ്റ് സോയിലിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ആണ് പറഞ്ഞിരിക്കുന്നത്, വെയിറ്റ് അല്ല. അപ്പം എം എന്താണ്? മാസ് ഓഫ് മോയിസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ എം ആണ്. എം ആ തന്നിരിക്കുന്നത്, ബൾക്ക് മാസാ തന്നിരിക്കുന്നത് 20 കിലോഗ്രാം. അതായത് സോയിലിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ വെറ്റ് കണ്ടീഷനിലുള്ള സോയിലിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്. വോളിയം എന്താ തന്നിരിക്കുന്നത്? 0.0111 മീറ്റർ ക്യൂബ്. ഇപ്പോൾ കിലോഗ്രാം ആണ്, മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ എന്താ? ഡെൻസിറ്റി ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്, കാരണം മാസാണ് തന്നിരിക്കുന്നത്. വെയിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവർ പറയും യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ.
അപ്പോൾ മാസും വോളിയം ഉണ്ട്. ഇനിയും ഈ സാധനം, ഈ സോയിൽ നമ്മൾ ഓവനിൽ ഡ്രൈ ചെയ്തു. ഓവനിൽ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം പോയി, അത് വെറ്റ് കണ്ടീഷനിൽ നിന്ന് ഡ്രൈ കണ്ടീഷനിലോട്ട് മാറി. സോ ദ മാസ് റെഡ്യൂസസ് ടു, ഇപ്പോൾ ഉള്ള മാസ് എന്താണ്? സോളിഡിൻ്റെ മാസ്സാണ്, കാരണം അതിലെ വെള്ളം പോയി. അപ്പോൾ MS എന്ന് പറയുന്നത് എന്താ? 16.5 കിലോഗ്രാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം, ഡെൻസിറ്റി ഓഫ് മോയ്സ്റ്റ് സോയിൽ കണ്ടുപിടിക്കണം, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം, പൊറോസിറ്റി കണ്ടുപിടിക്കണം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് എന്താണ്? ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ? നമുക്ക് ഇപ്പം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? നമ്മുടെ കയ്യിൽ M ഉണ്ട്, MS ഉണ്ട്. അപ്പോൾ MW എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കും? വെറ്റ് സോയിലിൽ നിന്ന് ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വെയിറ്റ് കിട്ടും. സോ MW ഈക്വൽ ടു M മൈനസ് MS ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാട്ടറിൻ്റെ വെയിറ്റ് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3.5 കിലോഗ്രാം എന്ന് കിട്ടി. അടുത്തത് നമുക്ക് വാട്ടർ കണ്ടൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. വാട്ടർ കണ്ടൻറ്റ് ഇക്വേഷൻ എന്താ? W ഇസ് ഈക്വൽ ടു WW ഡിവൈഡ് ബൈ WS, അല്ലെങ്കിൽ MW ഡിവൈഡ് ബൈ MS ആണല്ലോ. ഒന്നെങ്കിൽ മാസിൻ്റെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ വെയിറ്റിൻ്റെ ടേംസിൽ എഴുതാം. റേഷ്യോ ആയതുകൊണ്ട് അതൊരു പ്രോബ്ലം അല്ല. അപ്പോൾ ഇവിടെ MW എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് വാട്ടർ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 3.5 കിലോഗ്രാം ആണ്. ഡിവൈഡ് ബൈ മാസ് ഓഫ് സോളിഡ് എത്ര? 16.5 കിലോ. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും? വാട്ടർ കണ്ടൻറ്റും കിട്ടി. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഇനി ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ കണ്ടുപിടിക്കണം. ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ റോ ആണ്. റോ എന്ന് പറയുന്നത് വെറും M/V ആണ്. M എത്ര? 20 കിലോഗ്രാം. ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. ബൾക്ക് ഡെൻസിറ്റി ആണ് 20 കിലോ, ബൾക്ക് മാസ് ആണ് 20 കിലോഗ്രാം. ഡിവൈഡ് ബൈ വോളിയം 0.011 മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. ഇതാണ് ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ വെറ്റ് മാസ് ഡെൻസിറ്റി. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡ്രൈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റോ ഡി ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ദ സോളിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. റോ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ദ സോളിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. റോ ബൾക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? മാസ് ഓഫ് ദ സോളിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. മാസ് ഓഫ് ദ സോളിഡ് എത്ര? 16.5 ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം 0.011. അപ്പോൾ എത്ര കിട്ടും? 1500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. ഇനിയും നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇപ്പം വാട്ടർ കണ്ടൻറ്റ് കഴിഞ്ഞു, ഡെൻസിറ്റി ഓഫ് മോയിസ്റ്റ് സോയിൽ കഴിഞ്ഞു, ഡ്രൈ ഡെൻസിറ്റി കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ട വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? റോ ഡി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഗാമ ഡി. ഓക്കെ, റോ ഡി ഈസ് ഈക്വൽ ടു GρW ഡിവൈഡ് ബൈ 1+C എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. റോ ഡി ഈസ് ഈക്വൽ ടു GρW ഡിവൈഡ് ബൈ 1+C. അതിനകത്ത് നമുക്ക് അറിയാത്ത എന്താ ഉള്ളത്? E മാത്രമേ ഉള്ളൂ. കാരണം റോ ഡബ്ല്യു അറിയാം. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എത്ര? റോ ഡബ്ല്യു ആണ്. റോ ഡബ്ല്യു എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. G 2.7 തന്നിട്ടുണ്ട്. റോ ഡി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് മൂന്നും അറിയാം. വി വിൽ ഗെറ്റ് E. P കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് വോയിഡ് റേഷ്യോ കിട്ടും. വോയിഡ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ പൊറോസിറ്റി കണ്ടുപിടിക്കാൻ അത് തമ്മിൽ ഇക്വേഷൻ ഉണ്ട്. അതായത് N is equal to E by 1+C ഇക്വേഷൻ ഉണ്ട്. N is equal to E by 1+C. E കിട്ടിക്കണ്ട്, E ആണ് വോയിഡ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചത്. N എന്ന് പറയുന്നത് പൊറോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊറോസിറ്റി കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ES is equal to GW. ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് അറിയാം, G അറിയാം, E അറിയാം. സോ വി വിൽ ഗെറ്റ് S. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം എന്തോ? ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലം വേണേലും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ എക്സാമ്പിൾ 2.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സോയിൽ സ്പെസിമെൻ ഹാസ് എ വാട്ടർ കണ്ടൻറ്റ് ഓഫ് 10%. അപ്പോൾ എഴുതുക വാട്ടർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു 10%.
വെറ്റ് യൂണിറ്റ് വെയിറ്റ് ഓഫ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അതായത് വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വെറ്റ് ഡെൻസിറ്റി അല്ല, യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ ഗാമ എടുക്കണം. വെറ്റ് യൂണിറ്റ് വെയിറ്റ് ഓഫ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ആയിരുന്നെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വന്നേനെ. മനസ്സിലായോ? അപ്പോൾ യൂണിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഡബ്ല്യു എഴുതി, ഗാമ എഴുതി. ഇനി അടുത്ത എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി G = 2.7. ഡിറ്റർമൈൻ ദ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, വോയിഡ് റേഷ്യോ ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? വാട്ടർ കണ്ടന്റ് ഉണ്ട്, ഗാമയുണ്ട്, G ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആദ്യം എന്ത് ചെയ്യാം? ഡ്രൈ ഡെൻസിറ്റിയാണ്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. അതായത് ഗാമ D = γ/1 + W എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഗാമ അറിയാം, W അറിയാം. വി വിൽ ഗെറ്റ് ഗാമ D. അപ്പോൾ ഗാമ D ഒറ്റടി കിട്ടി. ഗാമ D കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം? നമുക്ക് ആ ഇക്വേഷനും അറിയാം. അതായത് ഗാമ D കിട്ടിയ സ്ഥിതിക്ക് ഗാമ D = GγW / 1 + E ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാം ഉണ്ട്, കണ്ടുപിടിക്കാം. ഇപ്പോൾ ഗാമ D കണ്ടുപിടിച്ചു. G ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഗാമ W അറിയാമല്ലോ. ഗാമ W എത്ര വരണ്ടേ? ഗാമ W ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ? ES = GW. ES = GW വെച്ചിട്ട് നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? എസ് ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. എസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓരോ വാല്യൂസ്, ഓരോ പ്രോപ്പർട്ടീസും കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് ആദ്യം എഴുതിയെടുക്കുക. അതിനുശേഷം ഏതൊക്കെ ഇക്വേഷൻസ് ആണ് അത് തമ്മിൽ റിലേറ്റ് ചെയ്യാനുള്ളതെന്ന് നോക്കുക. ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണെന്ന് നോക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക, അത് തമ്മിൽ റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എടുക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻസ് പഠിക്കാതെ ഒരു വഴിയില്ല. സോ വി മസ്റ്റ് സ്റ്റഡി ദ ഇക്വേഷൻസ്. സോ തേർഡ് ക്വസ്റ്റ്യൻ, എ സാമ്പിൾ ഓഫ് ഡ്രൈ സോയിൽ വെയ്സ് 68 gram. അപ്പോൾ ഒരു സാമ്പിള് ഡ്രൈ സോയിലാണ്. അപ്പോൾ ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാലും 68 gram എന്ന് എഴുതിയത്. ഗ്രാം എന്തിൻ്റെ യൂണിറ്റാണ്? മാസിൻ്റെ യൂണിറ്റ്. സോ എന്താണ് പറയുന്നത്? MS. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് MS എത്ര? 68 gram. അടുത്തത്, ഫൈൻഡ് ദ വോളിയം ഓഫ് വോയിഡ്സ് ഇഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സാമ്പിൾ ഈസ് 40 ml. അപ്പോൾ ടോട്ടൽ വോളിയം 40 ml. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. G = 2.65. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്നത് എന്തൊക്കെയാണ്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, ഡ്രൈ മാസ് അറിയാം, വോളിയം അറിയാം. അപ്പോൾ ഡ്രൈ മാസും വോളിയം വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റോഡി കണ്ടുപിടിക്കാം. റോഡി = MS / V. അപ്പോൾ എന്ത് കിട്ടും? 68 / 40. നമുക്ക് റോഡി കിട്ടും. അതിനുശേഷം നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണ്. കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ VV/VS ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് V നമ്മുടെ കയ്യിലുണ്ട്, ടോട്ടൽ വോളിയം ഉണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 വോളിയം കിട്ടും. കാരണം ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വോളിയം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? വോയിഡ് റേഷ്യോ കിട്ടും. സോ നമ്മൾ അങ്ങനെ മൂവ് ചെയ്യുക. അപ്പം നമുക്ക് സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എങ്ങനെയാ? S എന്ന് പറഞ്ഞാൽ എന്താ? MS / VS. S എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സോളിഡ് ആണ്. ഡെൻസിറ്റി ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോളിഡ് / വോളിയം ഓഫ് സോളിഡ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് VS കണ്ടുപിടിക്കാം. കാരണം നമ്മുടെ കയ്യിൽ S ഉണ്ട്. ഓക്കെ, ഇപ്പം S എങ്ങനെ കണ്ടുപിടിക്കും? അതായത് VS = MS / S ആണ്. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? S / ρW. ഡെൻസിറ്റിയുടെ റേഷ്യോനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് S = G × ρW എന്ന് എഴുതിക്കൂടെ?
അങ്ങനെയാണെങ്കിൽ വി എസ് ഈക്വൽ ടു എം എസ് ഡിവൈഡ് ബൈ റോ എസിന് പകരം ജീറോ ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അങ്ങനെ ബാക്കി അപ്പം അതെല്ലാം നോണായി. അതായത് നമുക്ക് എം എസ് അറിയാം, ജി അറിയാം, റോ ഡബ്ല്യു അറിയാം. റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയാണ്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഗ്രാമിലും എം എല്ലിലും ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ഗ്രാം പെർ സി സി, 1 ഗ്രാം പെർ എം എൽ എന്നുള്ള ഡെൻസിറ്റിക്ക് 1 ഗ്രാം പെർ എം എൽ ഇടണം കേട്ടോ. കാരണം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പക്ഷേ ഗ്രാം പെർ സി സിയിലാണെങ്കിൽ 1 ഗ്രാം പെർ സി സി അല്ലെങ്കിൽ 1 ഗ്രാം പെർ എം എൽ ആണ്. അപ്പോൾ ഇത് യൂണിറ്റ് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? വി എസ് കിട്ടും. അപ്പോൾ വി എസ് കിട്ടി, വോളിയം ഓഫ് സോളിഡ് കിട്ടി. ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട്, എത്ര? 40 ml തന്നിട്ടുണ്ട്. അപ്പം വോളിയം ഓഫ് വോയിഡ്സ് എത്ര വരും? വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിൽ നിന്ന് സോളിഡിൻ്റെ വോളിയം കുറയ്ക്കുന്നത്. അപ്പം 14.34 കിട്ടി. അപ്പം വോളിയം ഓഫ് വോയിഡ്സ് കിട്ടി, വോളിയം ഓഫ് സോളിഡ്സ് കിട്ടി. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ, ഇ ഈക്വൽ ടു വി വി ബൈ വി എസ്. അങ്ങനെയാണ് നമ്മൾ ഈ തേർഡ് പ്രോബ്ലം ചെയ്യുന്നത്. ഓരോന്നും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ മറ്റൊരു രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ ചെയ്യാൻ നോക്കിയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1-2 പ്രോബ്ലം ഞാൻ അല്ലാതെ അസൈൻമെൻ്റ് ആയിട്ട് തരാം. അപ്പോൾ നിങ്ങളത് പഠിച്ചാൽ മതി, അത് ചെയ്ത് പഠിക്കുക. അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഞാൻ 2 പ്രോബ്ലംസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ട്രൈ ടു ഡു ഇറ്റ് ആൻഡ് സബ്മിറ്റ്. ഐ വിൽ ഗീവ് യു ദ ഡേറ്റ് ഫോർ സബ്മിഷൻ. ഓക്കെ, ലെറ്റ് us ലുക്ക് ഇൻ ടു വൺ മോർ പ്രോബ്ലം. അതിനുശേഷം ഞാൻ 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഓക്കെ, ഇൻ എ കോമ്പാക്ഷൻ ടെസ്റ്റ് ഓൺ എ സോയിൽ, ദ മാസ് ഓഫ് വെറ്റ് സോയിൽ വെൻ കോമ്പാക്റ്റഡ് ഇൻ ദ മോൾഡ് വാസ് 1.855 കിലോഗ്രാം. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കോമ്പാക്ഷൻ ടെസ്റ്റ് സോയിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മോൾഡ് ഉണ്ടായിരുന്നു, മോൾഡിലാണ് കോമ്പാക്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് വെറ്റ് സോയിലിൻ്റെ മാസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ മാസ് ഓഫ് വെറ്റ് സോയിൽ? വെറ്റ് സോയിലാകുമ്പോൾ എം, സോളിഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ ആണെങ്കിൽ എം എസ് എഴുതുന്നത്. വെറ്റ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സഫിക്സ് ഒന്നും കൊടുക്കാറില്ല. എം ഈക്വൽ ടു 1.855 കിലോഗ്രാം. അടുത്തത് വാട്ടർ കണ്ടന്റ് ഓഫ് ദ സോയിൽ വാസ് 16%. അപ്പോൾ എങ്ങനെ? ഡബ്ല്യു ഈക്വൽ ടു 16%. വോളിയം ഓഫ് ദ മോൾഡ് വാസ് 0.945 ലിറ്റർ. അപ്പോൾ എന്തുകൊണ്ട്? വോളിയം കിട്ടി, വോളിയം ഉണ്ട്. ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ എന്തൊക്കെയുള്ളത്? ഡബ്ല്യു ഉണ്ട്, അതുപോലെ തന്നെ മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പോൾ എം ബൈ വി ചെയ്താൽ എന്ത് കിട്ടും? എം ബൈ വി ചെയ്ത് തന്നെ റോ കിട്ടി, ബൾക്ക് ഡെൻസിറ്റി കിട്ടും. റോ ഉണ്ടെങ്കിൽ, റോയും ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, റോ എന്ത് കിട്ടും? റോ ഡി കിട്ടും. റോ ഡി ഈക്വൽ ടു റോ ഡിവൈഡ് ബൈ 1 + ഡബ്ല്യു. അപ്പോൾ അതാണ് ഈ 2 സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോ കിട്ടി, ഡ്രൈ ഡെൻസിറ്റി കിട്ടി. ഡ്രൈ ഡെൻസിറ്റി കിട്ടിയിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോയിഡ് റേഷ്യോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, എന്താണ്? റോ ഡി ഈക്വൽ ടു 0W ഡിവൈഡ് ബൈ 1 + C. ഇതിൽ നിന്ന് റോ ഡബ്ല്യു അറിയാം, വാട്ടറിൻ്റെ ഡെൻസിറ്റി, ജി അറിയാം 2.68 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റോ ഡി കണ്ടുപിടിച്ചു. സോ വി വിൽ ഗെറ്റ് ഇ. ഇ മാത്രമേ ഉള്ളൂ അൺനോൺ. അപ്പോൾ ഇ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, ഇ എസ് ഈക്വൽ ടു GW. എല്ലാം അൺനോണാണ്, എസ് ഒഴിച്ച് ബാക്കി എല്ലാം നോണാണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് എയർ വേർഡ്സ്. അപ്പോൾ അതൊരു പുതിയ സാധനമാണ്, കാരണം നമ്മൾ ഇതുവരെ അത് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, റോ ഡി ഈക്വൽ ടു 1 - NA ഇൻറ്റു 0W ഡിവൈഡ് ബൈ 1 + WG. അതാണ് ഇക്വേഷൻ. ഇത് അധികം യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഒന്നും അല്ല, എങ്കിലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് പഠിക്കാനൊരു വഴിയുണ്ട്, ഒരു എളുപ്പ വഴി. അതായത് ഇതുപോലൊരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് റോ ഡി ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ഡിവൈഡ് ബൈ 1 + C എന്ന് പറഞ്ഞു. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ, ഒരു ചെറിയ വ്യത്യാസം വരുത്തുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. അതായത് ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചോ, ഈ ഇക്വേഷൻ ഇതും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്.
ഇതിൻ്റെ ന്യൂമറേറ്ററിൽ 0W ഉണ്ട്, ഇവിടെയും 0W ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 - NA ഉണ്ട്, അത് ഇവിടെ നിന്ന് ആഡ് ചെയ്യുക. 1 - NA ഡിവൈഡ് ബൈ 1 + ഇക്ക് പകരം 1 + GW. അത്രേ ഉള്ളൂ ചേഞ്ച്. അപ്പോൾ അങ്ങനെ അത് പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലുമൊക്കെ കുറേ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇക്വേഷൻസ് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് എയർ വേർഡ്സ് NAയും കണ്ടുപിടിക്കാം. അപ്പം ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഉള്ളതൊക്കെ എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് കഴിയുമ്പോൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്ന് എഴുതുക. ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. അതുപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഐ വിൽ ഗീവ് അസ് അസൈൻമെൻറ്റ് നമ്പർ 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സബ്മിഷന് വേണ്ടിയുള്ള ഡേറ്റും ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു.